ബോക്സസ് ആണുള്ളത് കേട്ടോ. അതിൻ്റെ പുറത്ത് ഒട്ടിക്കേണ്ട ഓയും എന്നും ഇയും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വെക്കണം, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിക്കണം. അതാണ് പരിപാടി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞുമണിയുടെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് നീറ്റാക്കി നല്ല ക്യൂട്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായില്ലേ ഞങ്ങളുടെ കുഞ്ഞുമണി ഇപ്പോൾ? അങ്ങനെ നമ്മുടെ 3 ബോക്സും താണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഇളകി പോവും, നമ്മൾ ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ സെറ്റ് ആക്കാൻ കേട്ടോ. പിന്നെ അതിനകത്ത് ഒട്ടിക്കാനുള്ള ഓയും എന്നും ഇയും ഒക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവന്റ് മാനേജറിനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് തന്നെ തുച്ഛമായ റേറ്റിൽ ചെയ്യാവുന്ന കാര്യമുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. എന്തായാലും കുഞ്ഞ് വലിയ നിർബന്ധമൊന്നും ഇല്ലാതെ ആക്റ്റീവായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബലൂണൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബലൂൺ എല്ലാം വീർപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ചെയിൻ പോലെ ആക്കണമായിരുന്നു. അപ്പം ഈ ബലൂണൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ കോർത്ത് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം അതിനായിട്ട് എന്നെ പ്രധാനമായിട്ട് സഹായിക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആദ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗിരിധറും, അതുപോലെ തന്നെ സുഹിത്തണ്ണൻ്റെ മോനായിട്ടുള്ള നന്ദൂട്ടനുമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാനുള്ള ബലൂണുകളെല്ലാം തറയുന്നു പറക്കി തരുന്നുണ്ടായിരുന്നു. നന്ദൂട്ടനും ഗിരിധറൂടെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ആദ്യം പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ കിടന്ന് മെരുകുമായിരുന്നു. അവൻ ഹെൽപ്പിങ്ങിന് വലുതായിട്ടില്ലായിരുന്നു കേട്ടോ. അവൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ പിന്നെ എൻ്റെ പരിപാടി കൂടും. അതുകൊണ്ട് ഞാനോട് പറഞ്ഞു ഹെൽപ്പ് ചെയ്യണ്ട, നീ സൈഡിൽ നിന്നാൽ മതിയെന്ന്. അങ്ങനെ നൈസിനാവൻ വന്നയാടൊക്കെ കോക്കറി കാണിക്കുന്ന കണ്ടോ. അങ്ങനെ ബലൂണൊക്കെ കോർത്ത് നമുക്ക് നല്ല നീളത്തിലുള്ള ഒരു ബലൂൺ മാല തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഭിത്തിയിലൊന്ന് അറേഞ്ച് ചെയ്യണം. അതൊരു പണിവെട്ട പരിപാടിയായിരുന്നു കേട്ടോ. ഒരു കണക്കിന് അത് ഒട്ടുന്നില്ലായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ തുടങ്ങി. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ച്, കാരണം കാറ്റടിച്ചത് ഇളകി പോകുമെന്നൊക്കെ ആയിരുന്നു പേടി. പക്ഷെ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമേ വേണ്ടി വന്നില്ല, കാരണം കാറ്റടിക്കുന്നതിന് മുന്നേ അത് ഒട്ടിച്ച് വെച്ചതെല്ലാം ഇങ്ങനെ ഇളകി പോരുന്നു. എന്തായാലും നെറ്റിൽ തന്നെ ആദ്യം ഇളകി വന്നപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി എങ്ങനെ ഇത് ഒട്ടിക്കണമെന്നുള്ളത്. ആദ്യമേ ഞങ്ങൾ സാധാ ടേപ്പൊക്കെ എടുത്ത് വെച്ച് ഒട്ടിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ അണ്ണൻ്റെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊക്കി ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒട്ടിക്കാൻ അങ്ങ് തുടങ്ങി. എന്തായാലും അത് ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല പാടാണ്, ഒട്ടിക്കും ഇളകി വരും. അങ്ങനെ ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് കുറേ ഒത്തിരി പീസ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ. ആ ഡബിൾ സൈഡ് ടേപ്പാണ് ഇതിന് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലപോലെ സ്റ്റിക്കായിട്ട് നിൽക്കും. ബാക്കി ടേപ്പൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടേപ്പ് ഏതാണെന്ന് പറയണേ. അപ്പം നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞ്